മുയൽക്കൂട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. കോഴിക്കൂടൊക്കെ പിന്നെ 2 ദിവസമായിട്ടുള്ളൂ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചത്തേക്കൊന്നും നോക്കണ്ട, അത് നല്ല ഡീസൻ്റായിട്ട് കിടന്നോളും. പക്ഷേ ഈ കൂടിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ മുയലൊക്കെ തിന്നിട്ടിട്ട് മത്തൻ്റെ വിത്തൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്നുണ്ട്. ഈ തൈകളൊക്കെ കണ്ടിട്ട് എനിക്കിവിടെ വൃത്തിയാക്കാനും തോന്നുന്നില്ല. എന്തായാലും 2-3 ഇവിടുന്ന് പറിച്ചിട്ട് മാറ്റി നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് കൂടിൻ്റെ ഉൾഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2-3 ദിവസമായിട്ട് വെജിറ്റബിൾസ് എടുക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം ക്യാബേജും ലീഫി വെജിറ്റബിളും ഒക്കെ ആയിരുന്നു. അത് മൊത്തം ഇവരിങ്ങനെ ചവിട്ടി പിരിക്കുക ആകെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കൊടുക്കേണ്ടി വരും. ശരിക്കും ഇത് മുയലിനായിട്ടുള്ള കേജ് അല്ല, അത് നമ്മൾ ഈ ക്യാമലിനൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു തരം ഒരു ട്രേ പോലത്തെ സംഭവമായിരുന്നു. ഇത് നമ്മളിങ്ങനെ മൊത്തത്തിൽ മേടിച്ചിട്ട് ഇതിൻ്റെ മേൾഭാഗം പകുതി കവർ ചെയ്ത് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സെൻറ്ററിൽ ഈ ഡിവൈഡറൊക്കെ നമ്മൾ തന്നെ സെറ്റാക്കി കൊടുക്കുക ചെയ്തേ. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇതിൻ്റെ പിന്നിലൊരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി അപ്പുറത്തേക്ക് പോകാനൊക്കെ പറ്റും. ഫീമെയിൽ മുയലുകൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു പ്രസവ വാർഡ് പോലെ ഉണ്ടാക്കിയ കൂടായിരുന്നു ഇത്. ശരിക്കും നമ്മുടെ ഇവിടുത്തെ തന്നെ മുയലുകൾ ആദ്യമായിട്ട് പ്രസവിച്ച കുട്ടികളാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. കുട്ടികളുടെ കാലൊക്കെ പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടി ചെറിയ മെഷീൻ കൂടെ നമ്മൾ ഇതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഇതങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം വെജിറ്റബിളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോഴ്സിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യാറ്. പിന്നെ ഈ കേജിൻ്റെ ഒരു സൈഡിൽ മാത്രം തന്നെ മിക്കവാറും നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ ഒരു സൈഡ് മാത്രമേ വൃത്തികേടാവുള്ളൂ. പിന്നെ മറ്റേ ഭാഗത്താണ് നമ്മൾ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഫീമെയിൽ പ്രസവിക്കുകയാണെങ്കിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് താഴോട്ട് ഇറക്കിയിട്ട് വെജിറ്റബിൾസ് ഒക്കെ മാന്തി വാരി എടുത്തിട്ടുണ്ട്. ഇന്നലെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ടൊരു ചീരയില്ലേ, അത് ഞാൻ സംഭവം കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് സംഭവം ഭയങ്കര ഹെൽത്തിയാന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ കുറച്ച് തൈകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് പുതിയ ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു നീക്കിയിരിപ്പാണ് ഇപ്പം വാരിക്കൂട്ടി എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ്ങും കൂട്ടത്തിൽ വളം ശേഖരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഭാഗം നമ്മൾ കിച്ചണിലുള്ള വേസ്റ്റും വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ കൂടി ഒന്ന് ക്ലീനിങ് ബാക്കിയുണ്ട്. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുവാണ്.